മരച്ചില്ലയിലിരുന്ന് കാക്ക ആ കാഴ്ച കണ്ടു. തൊട്ടരികിലുള്ള കുളത്തിൽ വെളുത്ത നിറത്തിലുള്ള ഒരു അരയന്നം നീന്തി തുടിക്കുന്നു. അത് കണ്ടാസ്വദിച്ച് ധാരാളം ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ പറന്ന് അങ്ങോട്ടേക്ക് ചെന്നു. പക്ഷേ ആളുകൾ അവനെ തുരത്തിവിട്ടു. തന്റെ കറുത്ത ചിറകുകൾ കാരണം ആർക്കും തന്നെ ഇഷ്ടമല്ല. ആ അരയന്നത്തെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ ഇക്കാര്യം തന്റെ മുത്തശ്ശൻ കാക്കയോട് പറഞ്ഞു. ആ അരയന്നത്തോട് പോയി അവന്റെ ജീവിതത്തിൽ അവൻ സന്തോഷവാനാണോ എന്ന് അന്വേഷിക്കാൻ മുത്തശ്ശൻ കാക്ക പറഞ്ഞു. അവൻ അതുപോലെ ചെയ്തു. അരയന്നം മറുപടി പറഞ്ഞു, എന്റെ ചിറകുകൾ മനോഹരമായതുകൊണ്ട് തന്നെ ആളുകൾ എന്നെ അരുമയാക്കി വളർത്തുന്നു. എന്റെ ജീവിതത്തിൽ യാതൊരു സ്വാതന്ത്ര്യവും ഞാൻ അനുഭവിക്കുന്നില്ല. പ്രായമാകുമ്പോൾ അവർ എന്നെ ഇറച്ചിക്കായി ഉപയോഗപ്പെടുത്തുന്നു. ഓരോ ദിവസവും ഞാൻ പേടിച്ചാണ് ജീവിക്കുന്നത്. വിഷമത്തോടെ കാക്ക ചോദിച്ചു, നിന്റെ അഭിപ്രായത്തിൽ ഏത് പക്ഷിക്കായിരിക്കും കൂടുതൽ സന്തോഷമുള്ള ജീവിതം? അരയന്നം പറഞ്ഞു, അത് തത്തയ്ക്കാകാം. അവന് വർണ്ണച്ചിറകുകളുണ്ട്. എല്ലാവർക്കും അവനെ ഇഷ്ടമാണ്. കാക്ക പോയി തത്തയോട് ചോദിച്ചു, വർണ്ണച്ചിറകുകളുള്ള നിന്റെ ജീവിതം മനോഹരമല്ലേ? തത്ത മറുപടി പറഞ്ഞു, എനിക്ക് വർണ്ണച്ചിറകുള്ളത് കൊണ്ട് തന്നെ ആളുകൾ എന്നെ കൂട്ടിലടയ്ക്കുന്നു. ഒരു ജീവിതകാലം മുഴുവൻ തടവിലാക്കപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഓരോ ദിവസവും ഞാൻ പേടിച്ചാണ് ജീവിക്കുന്നത്. ഇത് കേട്ട് കാക്കയ്ക്ക് കൂടുതൽ വിഷമമായി. നിന്റെ അഭിപ്രായത്തിൽ ഏത് പക്ഷിക്കായിരിക്കും മനോഹരമായ ജീവിതം? അത് മയിലിനായിരിക്കും. തത്ത മറുപടി പറഞ്ഞു, അവന് മനോഹരമായ പീലികളുണ്ട്. എല്ലാവർക്കും അവനെ ഇഷ്ടമാണ്. അവനു വേണ്ടി വലിയ കൂടുകൾ എല്ലാവരും തയ്യാറാക്കുന്നു. കാക്ക പോയി മയിലിനോടും ഇതേ ചോദ്യം ആവർത്തിച്ചു. എന്റെ പീലികൾ മനോഹരം തന്നെ, പക്ഷേ ആളുകൾ അതിനെ നിരന്തരം പറിച്ചെടുത്ത് എന്നെ വേദനിപ്പിക്കുന്നു. ഇത് ഓരോ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ആഗ്രഹം നിന്നെപ്പോലെ സ്വതന്ത്രനായി പറന്നു നടക്കാനാണ്. നിന്നെ ആരും ശല്യപ്പെടുത്തുന്നില്ല. എത്ര സുന്ദരമാണ് നിന്റെ ജീവിതം. മടങ്ങിപ്പോയി തന്റെ മുത്തശ്ശനോട് കാക്ക പറഞ്ഞു, എനിക്ക് മറ്റാരെയും പോലെ ആകണമെന്നില്ല. ഞാനായിരുന്നാൽ മതി. മറ്റാരുടെയും ജീവിതവുമായി നമ്മുടേതിനെ താരതമ്യം ചെയ്യേണ്ടതില്ല. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് അനന്യമായ ഈ ജീവിതം ആസ്വദിക്കാം.